റെക്കോർഡ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എങ്ങനെ ഞാൻ കോഡിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ലോജിക്ക് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. ഹരി അസെൻഡിങ് ഓർഡർ ആണോ എടുക്കാൻ പോന്നെ? അസെൻഡിങ് ഓർഡർ ആണോ എടുക്കാൻ പോന്നെ? കണ്ടുപിടിക്കുന്നത് മറ്റേതും വെക്കാം. ഫിബൊനാച്ചി അസെൻഡിങ് ഓർഡർ അത് വേണ്ടല്ലോ, അത് പാടല്ലേ. ആണോ? അപ്പൊ ഇപ്പൊ ഫിബൊനാച്ചിയാണോ എടുക്കാൻ പോന്നെ? ഫിബൊനാച്ചി സീരീസ് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ളതും വെക്കാം. ആടാ, ഓക്കെ. 3 പോരാന്ന് പറഞ്ഞു. അതാ 4 ഉറപ്പായിട്ട് വേണം. കാരണം മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും അവര് വരാറുണ്ട്. അതാ കാര്യം. അപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ ഫിബൊനാച്ചി സീരീസ് എന്താക്കെ പറയേണ്ട കാര്യം ഇല്ലല്ലോ. ഇപ്പം 0 0 ആണ് ഫസ്റ്റ് എലമെന്റ്, 0 1 ആണ് സെക്കൻഡ് എലമെന്റ് എങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടി തേർഡ് എലമെന്റ് 0 1 വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി 0 2 ആയിരിക്കും ഫോർത്ത് എലമെന്റ് വരുന്നത്. ഇത് രണ്ടിന്റെ സമ്മ് 0 3 0 5 0 8 പിന്നെ 5 പ്ലസ് 5 10 0 D അടുത്ത എലമെന്റ്. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതില് ആദ്യത്തെ 10 സീരീസ്, ആദ്യത്തെ 10 എലമെന്റ് 10 എലമെന്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം. അപ്പൊ അതിനായിട്ട് നമ്മൾ വേണ്ട നമ്പർ എണ്ണം നമ്മൾ 0400 തൊട്ട് തുടങ്ങുവാണ്. അപ്പൊ എത്ര എണ്ണാണോ വേണ്ടത് അതിന് നമ്മൾ മൂവ് CL നമ്മൾ കൊണ്ടുവരിക. മൂവ് CL 09. 10 ആണെങ്കിൽ 9 നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം 09 ആ ഒരു എണ്ണം അത് നമ്മൾ ഇവിടെ CL എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ 0400 ഇതും 0401 ഇതുമാണ് ലോഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം 0402 ആണ് അടുത്ത മെമ്മറി ലൊക്കേഷൻ വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഈ സ്റ്റാക്ക് ഇൻഡെക്സിൽ ലോഡ് ചെയ്യുവാണ്. മൂവ് SI 0500. 0500 നമുക്ക് ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യേണ്ടത്. 0500 നമുക്ക് ആദ്യത്തെ നമ്പർ 0 നമുക്ക് നേരിട്ട് മെമ്മറി ലൊക്കേഷനിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് അത് അക്യുമുലേറ്ററിലേക്ക് ആദ്യം മാറ്റണം. അപ്പൊ ഈ ഒരു കോഡിന് ഇപ്പൊ എത്രയാണ്? 1 2 3 4 ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്കും ആവുന്നുണ്ട്. ഈ OBS റെക്കോർഡ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ബ്രേക്ക് ആവുന്നത്. ഈ OBS ചിലപ്പം ഇങ്ങനെ അല്ലാതെ നിനക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല, മറ്റേ അക്കൗണ്ട് അല്ലല്ലോ. അല്ലെങ്കിൽ മറ്റേ ടീംസിൽ എടുക്കണമായിരുന്നു. ഈ OBSന്റെ ആണ് ഈ ബ്രേക്ക് വരുന്നത്. കാരണം അല്ലാതെ ഞാൻ ടീംസിലൊക്കെ കഴിഞ്ഞ ദിവസം കുറച്ചു പേർക്കൊക്കെ എടുത്തപ്പം കിട്ടിയായിരുന്നു. ഇത് ഇത്രയും ക്ലിയർ ആയോ? ഈ മൂവ് AL,00 എന്ന് എങ്ങനെയാന്ന് പറഞ്ഞേ? അത് നമുക്ക് 00 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റിനെ 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ മാറ്റാൻ നേരിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആദ്യം അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്തിട്ട് അവിടുന്ന് മാത്രമേ നമുക്ക് ആ 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം അക്യുമുലേറ്ററിൽ 00 ലോഡ് ചെയ്യും.
അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റാക്ക് ഇൻഡെക്സിൽ പറയുന്ന ആ മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഈ ALൽ നിന്ന് 00 എടുത്ത് മാറ്റുന്നത്. അതിനുള്ള കോഡ് അടുത്തത് എഴുതാൻ പോകുന്നത്. ഇപ്പം ALൽ നിന്ന് ആ ഒരു 00 എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ 0500യിലേക്ക് മാറ്റി. ഇനി അടുത്ത മെമ്മറി ലൊക്കേഷൻ എത്രയാ? 0501 ആണ് അടുത്ത മെമ്മറി ലൊക്കേഷൻ. അപ്പൊ ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് 01 എന്ന് പറഞ്ഞ നമ്പർ കയറ്റണം. അപ്പൊ അതിനായിട്ട് 0500 ആണ് ഇപ്പൊ സ്റ്റാക്ക് ഇൻഡെക്സിൽ കിടക്കുന്നത്. അത് മാറ്റി നമ്മൾ 0501 ആക്കണം. അപ്പൊ അതിനായിട്ടാണ് അടുത്ത കോഡ് എഴുതുന്നത്. അത് 0409ലാണ് ആ കോഡ് എഴുതുന്നത്. സോറി, ഇപ്പൊ നമ്മൾ 0500 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂവിനെ സ്റ്റാക്ക് ഇൻഡെക്സിൽ നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ വഴി 0501 ആക്കി മാറ്റി. ഇനി നമുക്ക് ALലേക്ക് 01 ആദ്യം ലോഡ് ചെയ്യണം. ഇപ്പം AL എന്ന് പറഞ്ഞ അക്യുമുലേറ്ററിലേക്ക് നമ്മുടെ 01 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ ലോഡ് ആയി കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ALൽ നിന്ന് ഈ ഒരു നമ്പറിനെ 0500യിലേക്ക് മാറ്റണം. അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് രണ്ട് മെമ്മറി ലൊക്കേഷൻസ് നമ്മളിപ്പോ പോപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0500യിൽ 00യും 0501ൽ 01ഉം നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ സ്റ്റാക്ക് ഇൻഡെക്സിൽ ഇപ്പം 0501 ആണ് സ്റ്റാക്ക് ഇൻഡെക്സിൽ കിടക്കുന്നത്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? 0500യിലുള്ള ആ ഒരു നമ്പറിനെ നമ്മൾ AL എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിന്റെ കൂടെ 0501ലുള്ള ആ ഒരു നമ്പർ ആഡ് ചെയ്യണം. അതാണ് അടുത്ത കോഡ് നമ്മൾ എഴുതുന്നത്. ഇത് നമ്മൾ ഈ ALലേക്ക് SI-1ലെ ആ ഒരു വാല്യൂ മൂവ് ചെയ്യണം. അതാണ് മൂവ് AL SI-1. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ SIയിലെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. F ആണെന്ന് തോന്നുന്നു. E ആണ് അല്ലേ? C ഇതാണ്. നമ്മൾ SI വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് SI-1ലെ വാല്യൂ ALലേക്ക് മാറ്റി. എന്നിട്ട് അതിന്റെ കൂടെ SIയിലെ വാല്യൂ ആഡ് ചെയ്തു. ഇനി നമുക്കിത് SI+1ലേക്ക് നമ്മൾ ഈ വാല്യൂവിനെ മാറ്റണം. അതിനായിട്ട് നമ്മൾ SIയെ ഇൻക്രിമെന്റ് ചെയ്യുവാണ്. ഇൻക്രിമെന്റ് ചെയ്യുവാണ്. ഇപ്പൊ SIയില് അടുത്ത മെമ്മറി ലൊക്കേഷൻ, അതായത് 0502 ആണ് കിടക്കുന്നത്. 00 നമ്മൾ എടുത്തു, 01 അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ SI 0502യിലേക്ക് മൂവ് ചെയ്യണം.
സോറി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. അപ്പം ഇത് വീണ്ടും നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെയും റിപ്പീറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ലൂപ്പ് ചെയ്താൽ മതി. അപ്പൊ 0 4 0 C എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് ലൂപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഹോൾട്ട് കൊടുത്ത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാണെന്ന് കരുതുന്നുണ്ട്. 0 4 1 6. ഇത് മനസ്സിലായി? ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 10 എലമെന്റ് ഉള്ള ഒരു ഫിബൊനാച്ചി സീരീസാ വേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ 9 എന്ന് പറഞ്ഞ വാല്യൂ 0 കൂട്ടി 9 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് 0 തൊട്ടാണ് നമ്മൾ ഇൻഡെക്സിങ് തുടങ്ങുന്നത്. അതുകൊണ്ട് 9 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ CLലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെമ്മറിയിലൊക്കെ 0 5 0 0 തൊട്ടാണ് നമുക്ക് ആ ഒരു എലമെന്റ്സ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ ആയ 0 5 0 0 നമ്മൾ സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ 0 5 0 0 നമുക്ക് 0 0 ഇൻസെർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നേരിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യാനുള്ള വാല്യൂവിനെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്ത് ആ അക്യുമുലേറ്ററിൽ നിന്ന് നമ്മൾ എടുത്ത് 0 5 0 0 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇടുന്നു. അപ്പൊ അതിനാണ് നമ്മൾ അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യാനാണ് മൂവ് AL 0 0. അപ്പൊ അക്യുമുലേറ്ററിൽ എന്ത് കിടക്കുക? അക്യുമുലേറ്ററിൽ 0 0 എന്ന് പറഞ്ഞ വാല്യൂ കിടക്കുക. അടുത്തത് മൂവ് SI AL. ആ ഒരു സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു AL എന്ന് പറഞ്ഞ ആ ഒരു അക്യുമുലേറ്ററിലുള്ള വാല്യൂ 0 0 നമ്മൾ SI എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റുന്നു. 0 5 0 0 നമ്മൾ മാറ്റുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു 0 5 0 0 0 0 അത് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 0 5 0 1 അടുത്ത എലമെന്റ് ആഡ് ചെയ്യാനുള്ളത്. അതിനാണ് നമ്മൾ ഇൻക്രിമെന്റ് SI എന്ന് പറഞ്ഞ ആ ഒരു കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ എന്താവും? SIയില് 0 5 0 0 ആയിരുന്നെങ്കിൽ ഇൻക്രിമെന്റ് SI കൊടുക്കുമ്പോൾ ഇത് 0 5 0 1 ആയിട്ട് മാറും. അപ്പൊ SIയില് 0 5 0 1 ആണ് ഇനിയും കിടക്കുന്നത്. ഇനി നമുക്ക് ഈ 0 5 0 1 0 1 എന്ന് പറഞ്ഞ നമ്പറാണ് ആഡ് ചെയ്യേണ്ടതല്ല, ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് 0 1 ആദ്യം എടുത്ത് ലോഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് 0 5 0 1 ലോഡ് ചെയ്യും. അപ്പൊ മൂവ് AL 0 1 എന്ന് പറയുമ്പോൾ AL എന്ന് പറഞ്ഞ അക്യുമുലേറ്ററിൽ 0 1 എന്ന് പറഞ്ഞ വാല്യൂ ഇൻസെർട്ട് ചെയ്യുവാണ്. എന്നിട്ട് എന്ത്? മൂവ് SI AL. കാരണം ഇപ്പൊ SIയില് 0 5 0 1 ആണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു SI പറയുന്ന ആ ഒരു മെമ്മറി ലൊക്കേഷൻ, അതായത് 0 5 0 1 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് ഈ AL-ലുള്ള 0 1 മൂവ് ചെയ്യണം. അതാണ് മൂവ് SI AL എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആഡിങ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തിട്ട് അവിടെ വെച്ചേ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ SI 0 5 0 5 0 1 ആണല്ലോ ലോഡ് ചെയ്യുന്നത്. 0 5 0 1 ആണല്ലോ സ്റ്റാക്ക് ഇൻഡെക്സ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് തൊട്ട് മുമ്പുള്ള മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ നമ്മൾ ഈ ഒരു ഇതിലേക്ക് AL-ലേക്ക് ലോഡ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ, അതായത് 0 5 0 0 വാല്യൂ നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൂവ് AL SI -1. SIയില് 0 5 0 1 ആണ് ഇപ്പൊ കിടക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള മെമ്മറി ലൊക്കേഷൻ ഏതാ? 0 5 0 0 ആണ്. അപ്പൊ ആ ഒരു മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ AL-ലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് മൂവ് AL SI -1 എന്ന് പറഞ്ഞ കോഡ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? 0 5 0 0 ആ 0 0 എന്ന് പറഞ്ഞ വാല്യൂ നേരെ AL-ലേക്ക് മൂവ് ചെയ്യും. അപ്പൊ AL-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താവും?
AL ഈക്വൽ ടു 0 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? ഈ 0.5 SIയിൽ ഇപ്പം കിടക്കുന്നത് ഏതാ? 0.501 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പം SI അതായത് 0.501 ആ ഒരു ഡേറ്റ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഡ് AL SI എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ 01 ആഡ് ചെയ്യും. ഇത് 0.501 ഈ 01 കിടക്കുന്നത്. അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് 01 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ആയിട്ട് വെക്കും. എന്നിട്ട് ഇതെവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? 0502 ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ 0502 സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താ? SIയിൽ ഇപ്പോഴും 0501 കിടക്കുന്നത്. അപ്പൊ അത് ഇൻക്രിമെന്റ് ചെയ്ത് 0502 ആക്കണം. അപ്പൊ അതിനായിട്ടാണ് ഇൻക്രിമെന്റ് SI എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം SIയിലുള്ള വാല്യൂ 0501 മാറി 0502 ആകും. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ലൂപ്പ് 040C എന്ന് പറഞ്ഞ ആ സ്റ്റെപ്പിലേക്ക് വരിക. AL കിടക്കുന്ന വാല്യൂ 0502 പോവുക. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു മൂവ് SI AL എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലേക്ക് തിരിച്ചു വരുന്നത്. 040C തിരിച്ചു വരുന്നത്. അപ്പൊ 0502 01 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ലൂപ്പ് ആണല്ലോ. അപ്പം വീണ്ടും എന്ത് ചെയ്യും? അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ എടുത്ത് ALലേക്ക് ഇടുക. ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. അത് 10 തവണ റിപ്പീറ്റ് ചെയ്തിട്ടേ ഈ പ്രോഗ്രാം ഹോൾട്ട് ആകത്തുള്ളൂ. അപ്പൊ അത് മനസ്സിലായി പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്? മനസ്സിലായി. ഏതെങ്കിലും ഭാഗം ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ്? ഈ മറ്റേ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന അഡ്രസ് ഇല്ലേ? അഡ്രസ് ലൊക്കേഷൻ അല്ലേ ഇത്? 0400 അത് സംഭവം ഇല്ലേ? അഡ്രസ് അത് നമ്മള് പഠിക്കണ്ടല്ലോ. അത് പഠിക്കണം. ആദ്യത്തെ മാത്രം അറിഞ്ഞാൽ പോരെ? ആദ്യത്തെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് തന്നെ എഴുതാമല്ലോ. അങ്ങനെ എഴുതണോ പ്രോഗ്രാം എഴുതുമ്പം? വേണം. അഡ്രസ് എഴുതണം. ഓപ്കോഡും സംശയം പറഞ്ഞ ടീച്ചർ ചിലപ്പം വരുന്ന ആള് ചിലപ്പോ ഇത് നോക്കി എഴുതാൻ പറയുമായിരിക്കും എന്ന് പറഞ്ഞു. ഓപ്കോഡും ഡിസ്ക്രിപ്ഷനും എഴുതണം. അഡ്രസ് എല്ലാ കോഡിന്റെ അഡ്രസ് നമ്മൾ എഴുതണം. അത് നമുക്ക് ആ കോഡ് കാണുമ്പോൾ അറിയാമല്ലോ എത്ര ബിറ്റ് എത്ര മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കുമെന്ന്. അല്ല, ഈ 0409 കഴിഞ്ഞിട്ട് 040A എങ്ങനെയാ വന്നേ? അത് 04 ഇപ്പം അങ്ങനെയാണല്ലോ, ഹെക്സാഡെസിമൽ അല്ലേ. അപ്പം 01 02 03 4 അങ്ങനെ പോയി 09 കഴിഞ്ഞ 0A 0B C D E F. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 11 12 13 അങ്ങനെ പോയി 19 വന്നിട്ട് 1A 1B 1C 1D 1E 1F പിന്നെ 21 22 23 അങ്ങനെയാണല്ലോ വരുന്നത്. അത് കോമൺ ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. മറ്റേ നമ്മള് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തപ്പോഴത്തേനും മാനുവൽ ആയിട്ട് ഒരു ചെയ്ത് കാണിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ ഇതിനകത്ത് മറ്റേ ആസ്കി ടു BCD BCD ടു ആസ്കി അങ്ങനെയൊക്കെ ചോദിക്കുവോ? ചോദിച്ചാലും ചെയ്യാനുള്ളത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. അതിനകത്തുണ്ടോ? ഓക്കെ. അത് എപ്പോഴും ആൽഗോരിതം പറഞ്ഞിട്ടേ ആ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. ആസ്കി ടു BCD ആണെങ്കിലും അത് എളുപ്പമാ. അത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇന്നലത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ എളുപ്പമുണ്ട്, ഡ്രൈവിലുണ്ട്. അപ്പൊ അത് കണ്ടാൽ മതി. അതിനകത്ത് ആൽഗോരിതം എങ്ങനെയാന്ന് പറയുന്നുണ്ട്. ശരി. വേറെ എന്തേലും ഇപ്പൊ ഇത് മെമ്മറി ലൊക്കേഷൻ പഠിക്കണ ആവശ്യമില്ല. ഇത് നോക്കിപ്പം മൂവ് CL09 ആണെങ്കിൽ ഇത് ഒരു ബിറ്റ് 0400 ആ മൂവ് CL സ്റ്റോർ ചെയ്യും. പിന്നെ 09 അത് 0401 സ്റ്റോർ ചെയ്യും. പിന്നെ അടുത്ത അവൈലബിൾ ലൊക്കേഷൻ ആണ് 0402. അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മൂവ് SI 0402 സ്റ്റോർ ചെയ്യും. 0403 00 സ്റ്റോർ ചെയ്യും. 0404 05 സ്റ്റോർ ചെയ്യും.
അങ്ങനെ 3 എണ്ണം അവിടെ പോകും. പിന്നെ മിച്ചം 0405 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ മൂവ് ALന് 0405 മൂവ് AL സ്റ്റോർ ചെയ്യും, 0406 00 സ്റ്റോർ ചെയ്യും. പിന്നെ 0407 ആണ് കിട്ടുന്നത്. അതാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ 0408 മൂവ് സ്ക്വയർ ബ്രാക്കറ്റ് SI, AL 04 ഇവിടെ എന്താ 0407 മൂവ് സ്ക്വയർ ബ്രാക്കറ്റ് SI, 0408 AL. അതേപോലെ ഇൻക്രിമെന്റ് SI എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രം വേണ്ട കോഡാ. അതുകൊണ്ടാണ് ഇൻക്രിമെന്റ് SIയില് SI 0409 മാത്രം സ്റ്റോർ ചെയ്തിട്ട് അടുത്ത 0408 അടുത്ത കോഡിന് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ 0408 മൂവ് AL സ്റ്റോർ ചെയ്യും, 040Bയിൽ 01 സ്റ്റോർ ചെയ്യും. പിന്നെ മിച്ചം ഏതാ 040C ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതില് മൂവ് SI 040Dയില് AL, പിന്നെ മിച്ചം 040E അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് മൂവ് AL 040Eയില് 040Fല് SI-1. അതുകൊണ്ടാണ് അടുത്ത 0411 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ 0411 ആഡ് AL, 0412 സ്ക്വയർ ബ്രാക്കറ്റ് SI. അങ്ങനെ അടുത്തത് 0413 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് 0413 ഇവിടെ വന്നത്. പിന്നെ അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം ലൂപ്പ് ഈ കോഡ് മാത്രം ഇത്തിരി നോക്കിയാൽ മതി. ലൂപ്പിന്റെ കോഡിൽ 0414 ആണ് അടുത്തതെങ്കിൽ പോലും ഈ ലൂപ്പ് 04 വരെ 0414ലും 0C എന്ന് പറയുന്നത് അടുത്ത 0415 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ 0416 അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ മെമ്മറി ലൊക്കേഷൻ എഴുതിയാൽ മതി. പക്ഷെ മെമ്മറി ലൊക്കേഷൻ ഇപ്പൊ ഈ ഒരു കോഡ് ഞാൻ ഇപ്പൊ ഡോസ് ബോക്സിൽ ചെയ്ത് നോക്കിയതിന്റെ റിസൾട്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ 0500 0DAV എന്ന് പറയുന്നത് നോക്കണ്ട, 0500 ആണ് മെമ്മറി ലൊക്കേഷൻ, 000101 അങ്ങനെ കണ്ടോ. ഈ 22 വരെ അവിടെ 22 അല്ല 22 വരെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് 0500ല് 00, 0501ല് 01, 02ല് 01, 03ല് 02 അങ്ങനെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് ഡോസ് ബോക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇത് നെറ്റിൽ കിട്ടും. അത് നമുക്ക് ജസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് വെരിഫൈ ചെയ്യാവുന്നല്ലാതെ ബാക്കി നമ്മുടെ കിറ്റിൽ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ഏകദേശം. അതായത് അസംബ്ലർ തന്നെയാണ്, എന്നിട്ട് 0400 അതൊക്കെ ഒരുപോലെ. ഗോയ്ക്ക് പകരം G അതൊക്കെ ഇതിലും ഒരേപോലെ ഉള്ളൂ. പിന്നെ അതിൽ വരുമ്പം തെറ്റിപ്പോയിട്ട് ചില മെമ്മറി എഡിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലൊക്കെ ചില വ്യത്യാസം, അതേ ഉള്ളൂ ഇതിൽ പറയാൻ ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് ലാർജസ്റ്റ് നമ്പർ സോർട്ട് ചെയ്യുന്ന ആ കോഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഫിബൊനാച്ചി സീരീസ് എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ അടുത്തത് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള കോഡാണ്. അപ്പൊ അത് നമ്മള് 0400 തൊട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള കോഡില് ലാർജസ്റ്റ് എത്ര എണ്ണം ആണ് നമ്പർ എന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 0500ലാണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്ര എണ്ണം, 4 എണ്ണമാണോ 10 എണ്ണമാണോ, അത് അവിടാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഔട്ട്പുട്ട് ഞാൻ 0600ൽ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇൻഡെക്സ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് 0500 ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷന്റെ ആ വാല്യൂ ഓഫ്സെറ്റ് അഡ്രസ് നമ്മൾ സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും 0500 എണ്ണമാണ് ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. എണ്ണമാണ് നമ്മൾ 0500 ഇൻസെർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 0500 ഡേറ്റ എന്ന് പറയുന്നത് കൗണ്ട് ആയതുകൊണ്ട് ആ ഒരു ഡേറ്റയെ നമ്മൾ കൗണ്ട് രജിസ്റ്ററിലേക്ക് മാറ്റണം. അതിനാണ് ഞാനിത് CLലേക്ക് മൂവ് ചെയ്യുന്നത്.
എന്നിട്ടിത് നമ്മള് കൗണ്ട് എണ്ണം എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പം സി എച്ചിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ ഏതെങ്കിലും കാൽക്കുലേഷൻസിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ സി എച്ചിനകത്ത് കിടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ പോസിബിലിറ്റി ഒഴിവാക്കാനായിട്ട് നമ്മൾ സി എച്ചിലേക്ക് നമ്മൾ 00 അങ്ങ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, സി എച്ച് സി എൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സി എച്ചില് 00യും 04ഉം ഉണ്ടെങ്കിലേ 4 എണ്ണമെന്ന് എടുക്കത്തുള്ളൂ. ചിലപ്പോ ഈ സി എച്ചില് പഴയ ഏതെങ്കിലും കാൽക്കുലേഷൻ ഇപ്പൊ 23 വല്ലതും ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 2304 എലമെന്റ്സ് ഉണ്ട് എന്ന് ആ പ്രോഗ്രാം തെറ്റിദ്ധരിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ സി എച്ചില് 00 ഇട്ടങ്ങ് ഫില്ല് ചെയ്യുന്നത്. ആ ഒരു പോസിബിലിറ്റി കണക്കിലെടുത്ത് ആ ഒരു എറർ അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ആ വാല്യൂ കൗണ്ട് രജിസ്റ്ററിലേക്ക് മാറ്റി. അതായത് കൗണ്ട് രജിസ്റ്ററിൽ ഇപ്പൊ ഞാൻ 0500 ഇപ്പൊ 04 ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഒരു വാല്യൂ ഞാൻ സി എൽ എന്ന് പറഞ്ഞ കൗണ്ട് രജിസ്റ്ററിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, അടുത്ത ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോകണം. അതായത് 0501ലേക്ക് പോകണം. അപ്പൊ അങ്ങനെ പോകാനാണ് 0407ല് ഇൻക്രിമെന്റ് സ്റ്റാക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റാക്ക് ഇൻഡെക്സിലുള്ള ആ 0500 മാറി 0501 എന്ന് പറഞ്ഞ ആ ഒരു അഡ്രസ് അവിടെ ലോഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഞാൻ ഇന്നലെ ഇതിന്റെ ആൽഗോരിതം പറഞ്ഞായിരുന്നു, ഇന്നലെ ഇപ്പൊ ഇല്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറയുക. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പം 10, 40, 20, 30 ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുമ്പം നോക്കും ഇത് ഏതാ വലുത് എന്ന് നമ്മൾ നോക്കും ആദ്യം. അപ്പൊ ആദ്യത്തെ വലുത് നോക്കിയപ്പം 10ഉം 40ഉം നോക്കിയപ്പോ ഏതാ വലുത്, 40ആ. അപ്പം ഇവിടെ 10ഉം 40ഉം അത് രണ്ടും അതേപോലെ നിലനിർത്തും. ഇനിയും നോക്കും, സോറി ഞാൻ ഇത് ഇങ്ങനെ നോക്കും. ഇനി അടുത്തത് എന്ത് ചെയ്യും, ഇപ്പൊ ബാക്കി എലമെന്റ് ഒന്നും മാറ്റം വന്നിട്ടില്ല, അത് അതേപോലെ ഉണ്ട്. അടുത്തത് 40ഉം 20ഉം കൂടെ നോക്കും. അപ്പൊ 40ഉം 20ഉം കൂടെ നോക്കുമ്പോ ഏതാ 20ആണ് ചെറുത്, പക്ഷെ 40ന് ശേഷമാണ് 20 കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പിൽ 10, 20, 40, 30 അങ്ങനെ. അതിനുശേഷം ഇത് അടുത്ത രണ്ട് എലമെന്റ്സ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 40ഉം 30ഉം തിരിഞ്ഞാ കിടക്കുന്നത്. അപ്പൊ 30ആണ് 40ന് മുമ്പ് വരേണ്ടത്. അതുകൊണ്ട് 10, 20, 30 അത് അങ്ങോട്ട് മാറ്റി. അങ്ങനെ മാറ്റിയപ്പം എനിക്ക് ലാസ്റ്റ് കിട്ടിയ നമ്പറാണ് ഇതിലെ ഏറ്റവും വലിയ നമ്പറായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ എടുത്ത് 0600യിലേക്ക് മാറ്റുന്നു. അതാണ് നമ്മുടെ കോഡ്. മനസ്സിലായോ? ആൽഗോരിതം മനസ്സിലായോ? പറയണോ ഒന്നുകൂടെ? മനസ്സിലായി. അപ്പം ഞാൻ 501ല് ആണ് എന്റെ ആദ്യത്തെ വാല്യൂ. ഞാനിപ്പം ആ വാല്യൂ ജസ്റ്റ് ഡമ്മി ഡേറ്റ എഴുതുക. 0502ല് ഞാൻ എത്രയാ 40 അല്ലായിരുന്നു. 0503ല് 20, 0504ല് 30 അങ്ങനെ കൊടുക്കുക. അപ്പം സ്റ്റാക്ക് ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തു ഇപ്പൊ 0501ല് വന്ന് നിൽക്കുവാണ് സ്റ്റാക്ക് ഇൻഡെക്സ് SI എന്ന് പറഞ്ഞ രജിസ്റ്റർ. അപ്പൊ എന്ത് ചെയ്യണം, ഇത് ആദ്യം അക്യുമുലേറ്ററിലേക്ക് മാറ്റണം. കമ്പയർ ചെയ്യാൻ നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ എന്തിലേക്ക് മാറ്റണം, അക്യുമുലേറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 0501ലെ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റാനാണ് അടുത്ത കോഡ് എഴുതുന്നത്. മൂവ് AL SI അപ്പം 0501ലെ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റി. അതായത് ആദ്യത്തെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്ലേസ് ഒരു നമ്പർ CL എന്ന് ഡിക്രിമെന്റ് ചെയ്യണം. അതിനാണ് ഡിക്രിമെന്റ് CL കൊടുക്കുന്നത്.
അപ്പൊ CL ഒന്ന് ഡിക്രിമെന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ അക്യുമുലേറ്ററിൽ 01 അക്യുമുലേറ്ററിൽ 10 എന്ന് പറഞ്ഞ ഡേറ്റ കിടക്കുക. 0501 നിന്ന് ആ 10 എന്ന് പറഞ്ഞ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇൻക്രിമെന്റ് SI വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുവാണ്. ഇപ്പൊ SIയിലെ വാല്യൂ ആയിട്ട് കിടക്കുന്നത് 0502 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ALലെ വാല്യൂ ALൽ കിടക്കുന്ന 0501ലെ വാല്യൂ ആണ്. 0502ലെ വാല്യൂ ഈ ALലെ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യണം. അതിനാണ് അടുത്ത കോഡ് എഴുതുന്നത്. കമ്പയർ AL വിത്ത് SI. ALും SIയും തമ്മിൽ കമ്പയർ ചെയ്യണം. ഡിക്രിമെന്റ് CL തൊട്ട് ഒന്നുകൂടെ പറയാവോ? എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മള് ഇപ്പം ഇവിടെ നോക്കി, ഇതിപ്പം നമുക്ക് എത്രയാ ഈ സോർട്ടിങ് നടത്താനായിട്ട് നമ്മളിപ്പം ഒരു എലമെന്റ് ഓൾറെഡി നമ്മൾ മൂവ് ചെയ്ത്, ഇപ്പം 10 നമ്മൾ ഓൾറെഡി മൂവ് ചെയ്ത് 500 ALലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 എണ്ണമല്ലേ മുന്നിലുള്ളൂ. അപ്പം കൗണ്ട് 3 എണ്ണം പോരെ ഇനി. അതിനാണ് ഡിക്രിമെന്റ് CL കൊടുത്തത്. ഓൾറെഡി ഒരെണ്ണം മാറ്റി വെച്ചിരിക്കുവാണ്. അപ്പൊ ഇനി അതിന്റെ ബാക്കി 3 എണ്ണം മതി. അതിനുവേണ്ടിയാണ് CL ഓൾറെഡി 4 മെമ്പേഴ്സ് ഉണ്ട്, അപ്പൊ ഇനി 3 എണ്ണം മതി. അപ്പൊ അതിനകത്തുനിന്ന് ഒന്ന് കുറച്ചു അല്ലേ? ഒന്ന് നമ്മൾ മാറ്റിയത് കൊണ്ട് ALലോട്ട് എടുത്ത് വെച്ചത് കൊണ്ട് ഇനി 3 ആക്കിയാൽ മതി. 3 എണ്ണം മതി. ഇനി നമ്മള് SI ഇൻക്രിമെന്റ് ചെയ്തപ്പം എന്താണ് 502ലേക്ക് സ്റ്റാക്ക് ഇൻഡെക്സ് പോയി. ഇനി നമ്മൾ ഈ 10ഉം 502ൽ കിടക്കുന്ന ആ ഒരു 40ഉം കൂടെ കമ്പയർ ചെയ്യുക. അപ്പൊ 40ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പം ഇവിടെ നമുക്ക് പോസിബിലിറ്റി ഒബ്വിയസ്ലി ALലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 502 ആയിട്ട് വന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ തിരിച്ചും വരാം. കാരണം ഈ യൂസർ കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ചിരിക്കും. ഇപ്പൊ യൂസർ ഇപ്പം ഇവിടെ 5 ആണ് കൊടുത്തതെന്നിരിക്കട്ടെ, 5 ആണ് കൊടുത്തതെങ്കിൽ തിരിച്ചാ വരുന്നത്. അപ്പം എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് ഇത് ALലെ വാല്യൂ മറ്റേ 502ലെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അല്ലാത്ത പക്ഷം അടുത്ത ലൂപ്പ് വീണ്ടും ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതില് JNC, അതായത് ഇവിടെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ AL ലെസ് ദാൻ 502ലെ വാല്യൂ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. CY അല്ലല്ലോ, CF. ഇനിയും തിരിച്ചാണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം ക്യാരി ഫ്ലാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്യാരി ഫ്ലാഗ് ഉണ്ടെങ്കിൽ, അതായത് ഈ ക്യാരി ഫ്ലാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വരുന്ന സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഞാൻ തിരിച്ച് ഒരു കാര്യം ചെയ്യാം, 40 മാറ്റി 05 ഇടാം. അപ്പം മനസ്സിലാവും. അപ്പം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ALല് 10ഉം 502ല് 05 ആണ് കിടക്കുന്നത്. അപ്പൊ ALലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 502ലെ വാല്യൂവിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അപ്പം ഗ്രേറ്റർ ആയതുകൊണ്ട് അവിടെ എന്ത് കാണും, അവിടെ ഒരു ക്യാരി ഫ്ലാഗ് അവിടെ കാണും. ALലെ വാല്യൂ 502ലെ വാല്യൂവിനെക്കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് അവിടെ ഒരു ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വന്നോണ്ട് എന്ത് ചെയ്യണം, ഈ 502ലേക്ക് ഒരു സെക്കൻഡ്, ഇതിലെന്തോ ഈ 502ലെ വാല്യൂ ഈ ALലെ വാല്യൂ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാണ് XCHG എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യും. അപ്പം XCHG എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യണം. XCHG എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുന്നത് എന്തിനാ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനാണ്. XCHG AL SI. അപ്പം സ്റ്റാക്ക് ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും ഇപ്പം ALല് കിടക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും ALല് കിടക്കുന്നത്. ALല് കിടക്കുന്ന വാല്യൂ ആയിരിക്കും ആ മെമ്മറി ലൊക്കേഷനിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാല്യൂസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു.
എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഇത് നോക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എക്സ്ചേഞ്ച് ചെയ്തു മീൻസ് നമ്മൾ കിടക്കുന്ന ആ ഡേറ്റ ഇപ്പൊ ഇങ്ങനായി മാറിയേക്കുക. 04 അല്ല 10 05 20 30 ആയിരുന്നു നമ്മുടെ ഡേറ്റ. അപ്പൊ നമ്മൾ ഈ XCHGAL കൊടുത്തപ്പം ഇത് വെയിറ്റ് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നത്. ഈ ഒരു പോയിന്റിലാണ് തെറ്റിപ്പോകുന്നത് എല്ലാവർക്കും. ഈ കോഡ് തന്നെ ഞാനങ്ങ് ഉപയോഗിക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരി തന്നെയല്ലേ? അത് നമ്മള് ചെറുതായത് കൊണ്ട് അതിനെ സ്വാപ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ ഞാൻ ആ റെക്കോർഡിലൊക്കെ കണ്ടു, നമ്മൾ ചെയ്ത കോഡിൽ മൂവ് AL SI എന്നാ കൊടുത്തേക്കുന്നത്. അതാ ഞാൻ ആലോചിച്ച, ആ റെക്കോർഡിൽ മൂവ് AL SI ആണ് കൊടുത്തത്. ശരിക്കും XCHG ആണ് വരുന്നത്. XCHG ചെയ്തതാണോ? മറ്റേത് ചെയ്ത് നോക്കിയത്, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സാരമില്ല, വെയിറ്റ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ, XCHGAL. ALലെ വാല്യൂ AL കിടക്കുന്ന ആ 10 ഞാൻ എടുത്ത് 502 ഇട്ടു. എന്നിട്ട് AL ഉണ്ടായിരുന്ന 05 ഞാൻ എടുത്ത് എങ്ങോട്ടിട്ടു? ALലേക്ക് ഇട്ടു. 10 എടുത്ത് 502ലേക്കും 5 എടുത്ത് ALലേക്കും ഇട്ടു. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 10 എടുത്ത് 502ലേക്ക് ഇട്ടിരിക്കും. ശരിയല്ലേ പറയുന്നത്? 10 എടുത്ത് 502ലേക്ക് ഇട്ടിരിക്കുക. അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? അത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 05 എടുത്ത് ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനാണ് നമ്മൾ ഡിക്രിമെന്റ് കൊടുക്കുന്നത്. ഡിക്രിമെന്റ് SI. അപ്പൊ ഡിക്രിമെന്റ് SI കൊടുക്കുമ്പോ എന്ത് പറ്റും? 502 മാറി 501 ആയിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുവച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അതാണ് XCHGAL. എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. ശരിയാണോ? നമ്മുടെ കോഡും ഇതും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്, അത് ഞാൻ നോക്കി. നമ്മൾ റെക്കോർഡിൽ എഴുതിയിരിക്കുന്ന കോഡിൽ ഇങ്ങനല്ല പറയുന്നത്. റെക്കോർഡിൽ ജമ്പിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. റെക്കോർഡിൽ ജമ്പ് നോട്ട് ക്യാരി 413 എന്നിട്ട് മൂവ് AL SI എന്നാ പറയുന്നത്. ക്യാരി ഫ്ലാഗ് ഇല്ലെങ്കിൽ ALലെ വാല്യൂ എടുത്ത് SIയിലേക്ക് മാറ്റാനാ പറയുന്നത്. എന്നിട്ട് വീണ്ടും SI ഇൻക്രിമെന്റ് ചെയ്യുന്നു. അല്ല സോറി, SIയിലെ വാല്യൂ എടുത്ത് ALലേക്ക് ആക്കണം. ഓക്കെ. അത് തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ വേറൊരു കോഡ് എല്ലാരും അത് നോക്കി പഠിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ തെറ്റിപ്പോകും. ഇതുവരെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഈ കമ്പയർ AL SI വരെ? അവിടം വരെ ഓക്കെ. അവിടം വരെ ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത കാര്യം ഞാൻ പറയാം. ഇനിയിപ്പം ഇത് SIയിൽ കിടക്കുന്ന വാല്യൂ AL കിടക്കുന്ന വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ
എങ്ങോട്ട് മാറ്റണം? എസ് ഐയിൽ കിടക്കുന്ന വാല്യൂവിനെ എ എല്ലിലേക്ക് മാറ്റണം. അതായത് കൂടിയ വാല്യൂ എപ്പോഴും എ എല്ലിനകത്ത് കൂടിയ വാല്യൂ ഇരിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ മാറ്റണം. അതിനാണ് മൂവ് എ എൽ. ഞാനൊരു സ്പേസ് വിടുക, അതെന്താന്ന് പിന്നെ പറയാം. മൂവ് എ എൽ എസ് ഐ എന്ന് പറയുന്നത്. എസ് ഐയിൽ കിടക്കുന്ന വാല്യൂ എ എല്ലിൽ കിടക്കുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ, അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താ എസ് ഐയിൽ ഏത് വാല്യൂ കിടക്കുന്നേ? എസ് ഐയിൽ ഇപ്പം കിടക്കുന്ന വാല്യൂ 0.5. എസ് ഐയിൽ ഇപ്പം 0.5 കിടക്കുന്നത്. എസ് ഐയിലല്ല, 502 0.5 കിടക്കുന്നത്. അപ്പൊ അത് എ എല്ലിനെക്കാട്ടിലും കൂടുതലാണോ? അല്ലല്ലോ. അപ്പം അങ്ങനെ ആണെങ്കിൽ അത് എ എല്ലിലേക്ക് മാറ്റണം. ഇപ്പൊ ഇവിടെ 40 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ 40 ആയിരുന്നു എ എല്ലിലേക്ക് മാറ്റേണ്ടിയിരുന്നത്. ഇവിടെ ഇപ്പൊ 40 ആണെങ്കിൽ അപ്പൊ ഇവിടെ 40 ആണെങ്കിൽ ഇപ്പൊ എ എല്ലിൽ 10 ആണ് ആദ്യം കിടക്കുന്നത്. അപ്പം കമ്പയർ ചെയ്തപ്പം 40 10നേക്കാളിലും കൂടുതലാണെങ്കിൽ എ എല്ലിലേക്ക് 10 മാറ്റിയിട്ട് അവിടെ 40 ആക്കണം. അതിനാണ് മൂവ് എ എൽ എസ് എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യുക. ഇൻക്രിമെന്റ് എസ് ഐ കൊടുക്കുമ്പോ എന്താവും? 0503യിലേക്ക് ആ ഒരു കോഡ് മാറും. അപ്പൊ 0503യിലേക്ക് മാറിയപ്പോ എത്ര? 20 കിടക്കുന്നത്. അപ്പൊ 20 കിടക്കുന്നോണ്ട് എന്ത് ചെയ്യണ്ട? 20 കിടക്കുന്നോണ്ട് അത് കുറവാണ്. ഇപ്പൊ 40നേക്കാളിലും കുറവായതുകൊണ്ട് അവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഇതില് 30 വെച്ച് നോക്കും, 40നേക്കാളിലും കുറവാണോ എന്ന് നോക്കും. അങ്ങനെയാണ് ഈ കോഡ് ഇവർ എഴുതിയേക്കുന്നത്. അതായത് എ എല്ലില് ആദ്യം ഒരു വാല്യൂ ഇടും. ഇപ്പം ഞാനത് ഒന്നുകൂടെ പറയാം. 0501 ഈ 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ എടുത്ത് എ എല്ലിലോട്ട് ഇടും. 0501 അടുത്തത് എങ്ങോട്ട് പോകും? 0502യിലേക്ക് പോകും. 0502ൽ ഏത് വാല്യൂ കിടക്കുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ 10, 0502ൽ ഇപ്പൊ 40 കിടക്കുന്നത്. 40 കിടക്കുവാണെങ്കിൽ എന്താ? 40ഉം എ എല്ലും കൂടെ, എ എല്ലിലെ 10ഉം 40ഉം കൂടെ കമ്പയർ ചെയ്തു. അപ്പൊ 40 കൂടുതലെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് മാറ്റി? എ എല്ലിലെ 10 മാറ്റിയിട്ട് എ എല്ലിനകത്തോട്ട് 40 എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അടുത്ത 0503യിലേക്ക് പോയി. അപ്പൊ 0503യിൽ ഇപ്പൊ ഏതാ കിടക്കുന്നത്? 0503യില് ഇപ്പം 20 കിടക്കുന്നത്. അപ്പൊ 20ഉം എ എല്ലിലെ 40ഉം കൂടെ കമ്പയർ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്തപ്പോ എന്താ? 20 എ എല്ലിനെക്കാളിലും, അതായത് എ എല്ലിലാണ് കൂടുതൽ വാല്യൂ കിടക്കുന്നത്. അതുകൊണ്ട് എ എല്ലിലെ 40നെ മാറ്റാൻ പോയില്ല, ഇപ്പോഴും എ എല്ലിൽ 40 തന്നെയാണ് കിടക്കുന്നത്. ഇനി അടുത്തത് ഇൻക്രിമെന്റ് ചെയ്തു, 0504ലേക്ക് പോയി. അപ്പൊ 0504ൽ പോയപ്പം 30 0504ൽ കിടക്കുന്നത്. അതും എ എല്ലിലെ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്തപ്പം എ എല്ലിലാണ് കൂടുതൽ വാല്യൂ, അതുകൊണ്ട് അത് മാറ്റാൻ പോയില്ല, ഇപ്പോഴും എ എല്ലിൽ തന്നെയാണ് 40 കിടക്കുന്നത്. ഇനി ഈ എ എല്ലിൽ നിന്ന് എടുത്ത് 600 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് മാറ്റിയാൽ മതി. മനസ്സിലായോ അതെന്താ ചെയ്തേന്ന്? ഒന്നുകൂടെ പറയണോ? ഇത് വെക്കുന്ന എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യണ്ട, മൂവ് ചെയ്താൽ മതി. അതായത് വലുതാണ് എന്നുണ്ടെങ്കിൽ എ എൽ എപ്പോഴും വലുതായിരിക്കണം, വലുതാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യും. എ എൽ വലുതാണെങ്കിൽ മൂവ് ചെയ്യണ്ട, എ എൽ ചെറുതാണെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനിലെ വലുതെങ്കിൽ അതിൽ നിന്ന് എടുത്ത് എ എല്ലിലോട്ട് മാറ്റണം. അതായത് എ എൽ എപ്പോഴും വലുതായിരിക്കണം. അതെ, അതായത് കമ്പയർ ചെയ്യുമ്പം എ എല്ലാണ് വലുതെന്നുണ്ടെങ്കിൽ എന്താ, എനിക്ക് അതൊന്ന് കമ്പയർ ചെയ്യുന്ന ആ ഒരു കോഡ് എനിക്ക് സംശയമുണ്ട്. ഏതോ ഒരെണ്ണം ചെയ്തിട്ട് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓ, അത് പോയോ? സ്ക്രീൻ പോയോ? ഹലോ, കേക്കാവോ? കേക്കുന്നു.
അല്ല, ഇടയ്ക്ക് എന്തോ സ്ക്രീൻ പോയോ. കമ്പയർ ചെയ്യുമ്പോഴേ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉള്ളത്. കമ്പയർ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് അതോ ലെസ് ദാൻ ആണെങ്കിലാണോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഒരു സെക്കൻഡ് നോക്കട്ടെ. നോക്കുവാണ്. കമ്പയർ ചെയ്യുമ്പം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഫ്ലാഗ് സെറ്റ് ചെയ്യത്തില്ല. കമ്പയർ ചെയ്യുമ്പം ALലെ വാല്യൂ ഗ്രേറ്റർ ദാൻ മറ്റേ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 0 ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇനി ലെസ് ദാൻ ആണെങ്കിൽ ALലെ വാല്യൂ SIലെ വാല്യൂവിനെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിലാണ് ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എപ്പോ ചെയ്താൽ മതി? ഈ ഒരു സ്റ്റെപ്പ് എപ്പോ ചെയ്താൽ മതി? ക്യാരി ഫ്ലാഗ് ഈക്വൽ ഹലോ, അതായത് ക്യാരി ഫ്ലാഗ് 0യും വരാം, ക്യാരി ഫ്ലാഗ് 1ഉം വരാം. ALലെ വാല്യൂ മറ്റേ SIലെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിലാണ് ഈ ഒരു 1 സെറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ALലെ വാല്യൂ ഗ്രേറ്റർ ദാൻ SI ആണെങ്കിൽ അവിടെ 1 സെറ്റ് ചെയ്യത്തില്ല, 0 ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാരി ഫ്ലാഗ് ശരിക്കും നമ്മൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും അല്ലേ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ മൂവ് ഓപ്പറേഷനിൽ അല്ല, ഇവിടെ നമ്മൾ സബ്ട്രാക്ഷൻ അല്ലേ കമ്പയർ ചെയ്യുമ്പോ ചെയ്യുന്നേ. ഓക്കെ ഓക്കെ, ശരിയാ. കമ്പയർ ചെയ്യുമ്പം നമ്മൾ സബ്ട്രാക്ഷനാ ചെയ്യുന്നേ ഇവിടെ. അപ്പം ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രം നമുക്ക് ഈ മൂവ് ALSI ചെയ്താൽ മതിയല്ലോ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ആണെങ്കിൽ ഇനിയും ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എന്താ? ഇപ്പൊ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ അതിനർത്ഥം ഈ മൂവ് ALSI ചെയ്യാൻ നേരിട്ട് ഇങ്ങോട്ട് വരാമെന്നല്ലേ അർത്ഥം? ഇൻക്രിമെന്റ് SIയിലേക്ക് നേരിട്ട് വരരുതോ? അപ്പൊ അതിനാണ് ജമ്പ് നോ ക്യാരി എന്ന് പറഞ്ഞൊരു കോഡ് കൊടുക്കുന്നത്, JNC. ഇത് 413ലാണ് ഈ കോഡ് വരുന്നത്, 0413ലാണ് വരുന്നത്. 0411ലും 040Fലുമാണ് ഈ കോഡുകൾ വരുന്നത്. അപ്പൊ JNC 0413 നേരിട്ട് 0413ലേക്ക് പോകാം. എന്നിട്ട് ഇത് വീണ്ടും ഈ ലൂപ്പ് അടുത്ത നമ്പർ എടുക്കുക, കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ലൂപ്പ് 40D. അപ്പം ഇൻക്രിമെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 40Dയിലേക്ക് പോയി ALലെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് പുതിയതായിട്ട് കിട്ടിയ SIലെ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ലൂപ്പ് തീർന്നു കഴിയുമ്പോൾ എന്തുവാ? ALലായിരിക്കും നമുക്ക് മാക്സിമം വേണ്ട, മാക്സിമം നമ്പർ ALലായിരിക്കും കിടക്കുന്നത്. അതപ്പോൾ എന്ത് ചെയ്യണം? ALൽ നിന്ന് നമ്മുടെ ടാർഗറ്റ് മെമ്മറി ലൊക്കേഷൻ, അതായത് 0600യിലേക്ക് നമുക്ക് മാറ്റണം. അതിനാണ് 0416ല് നമ്മൾ മൂവ് 600AL എന്ന കോഡ് കൊടുക്കുന്നുണ്ട്. 0419ല് ഫോൾട്ട് ചെയ്യും. ഇങ്ങനെയാണ് ആ പ്രോഗ്രാം വരുന്നത്. ഒരു ഇടയ്ക്ക് ഇത്തിരി കൺഫ്യൂഷൻ വന്നു. അത് ഇപ്പം മൊത്തം ഞാൻ ജസ്റ്റ് ഓടിച്ചെന്നൊന്നുകൂടെ പറയാം. 0500യിലാണ് നമ്മുടെ എണ്ണം കിടക്കുന്നത്. നമുക്ക് എത്ര വാല്യൂ ആണോ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത് അത് 0500യിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ഇൻഡെക്സ് ചെയ്യുന്നത്. അപ്പൊ 0400 എന്ന് പറഞ്ഞ ആ ഒരു കോഡില്, ആ ഒരു മെമ്മറി ലൊക്കേഷൻ, അതിനുള്ള കോഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് മൂവ് SI 0500. അപ്പൊ 0500യിലുള്ള ആ എണ്ണം, ആ 0500 എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ഇപ്പൊ സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് കയറ്റിയിരിക്കുവാണ്, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു അഡ്രസ്. അപ്പൊ ആ അഡ്രസ്സിൽ ഉള്ള കൗണ്ടിനെ എടുത്ത്, അതായത് അതിൽ കൗണ്ട് ആണെന്ന് പറഞ്ഞു, ആ കൗണ്ടിനെ എടുത്ത് നമ്മൾ CLലേക്ക് മാറ്റി. അതായത് CL ആണ് കൗണ്ട് രജിസ്റ്ററിൽ, അതിലേക്ക് മാറ്റി.
ഇനിയും ഹയസ്റ്റ് ബിറ്റ് എപ്പോഴും 0 ആയിട്ടിരിക്കണം. CH എപ്പോഴും 0 ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അതും കൂടെ കൗണ്ടിങ്ങിലേക്ക് ഉൾപ്പെടും. അതിനൊരു കരുതലെന്ന രീതിയിൽ നമ്മൾ മൂവ് CHലെ വാല്യൂ 00 ആക്കി. അതിനുശേഷം നമ്മൾ 0500യിൽ നിന്ന് 0501ലേക്ക് വന്നു. 0501ലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? മൂവ് ALSI 0408ലെ കോഡാണ് പറയുന്നത്, ഈ ഒരു കോഡ്. അപ്പൊ 0501ലെ ആ ഒരു കോഡ്, ആ ഒരു നമ്പർ എടുത്ത്, അതായത് 10 എടുത്ത് ALലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഓൾറെഡി ഒരു ലൊക്കേഷൻ നമ്മൾ പാസ് ചെയ്തത് കൊണ്ട് നമ്മൾ 04 വേണ്ട, നമ്മൾ 03 മതി ഇനി മുന്നോട്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 00 തൊട്ടാണല്ലോ നമ്മൾ എപ്പോഴും ലൂപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻഡെക്സ് വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അതിനാണ് ഡിക്രിമെന്റ് ചെയ്ത് CL ഒരു പൊസിഷൻ പുറമോട്ട് കുറയ്ക്കുന്നത്. അപ്പൊ ALൽ ഇപ്പം 0501ലെ 10 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ALൽ കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? അടുത്ത മെമ്മറി ലൊക്കേഷനിലേക്ക് പോകണം, അതായത് 0502ലേക്ക് പോകണം. അവിടുത്തെ ആ 40നെ ALൽ കിടക്കുന്ന 10ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അടുത്ത മെമ്മറി ലൊക്കേഷൻ ഇൻഡെക്സ് ചെയ്യാനാണ് INCSI കൊടുക്കുന്നത്. അപ്പൊ 0501ൽ നിന്ന് 0502ലേക്ക് ഇൻഡെക്സ് മാറും. കമ്പയർ ALSI. ഇപ്പൊ ALൽ 0501ൽ നിന്ന് എടുത്ത 10 കിടപ്പുണ്ട്, ആ 10ഉം 502ലെ 40ഉം കൂടെ കമ്പയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പം 2 ഔട്ട്കംസ് പോസിബിൾ ആണ്. AL ഗ്രേറ്റർ ദാൻ SI ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. AL ലെസ് ദാൻ SI ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആയിരിക്കും. അപ്പൊ ക്യാരി ഫ്ലാഗ് 0 അല്ലെന്നുണ്ടെങ്കിൽ, അതായത് ക്യാരി ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? AL SIയെക്കാട്ടിലും കുറവാണ്, അപ്പൊ നമുക്ക് SIയിലുള്ള ആ കൂടിയ വാല്യൂവിനെ ALലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഈ മൂവ് ALSI എന്ന് പറഞ്ഞ ആ കോഡ് എഴുതിയിരിക്കുന്നത്. ഇനിയും ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനർത്ഥം ALലെ വാല്യൂ SIയിലെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ്, മൂവ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യണ്ട, ഇവിടുന്ന് നേരിട്ട് ഈ ഒരു ഇൻക്രിമെന്റ് SIയിലേക്ക് വരാം, അതായത് 0503ലേക്ക് വരാം. ഇനിയും 0503ലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ 040Dയിലേക്ക് പോയി വീണ്ടും നമ്മൾ കമ്പയർ ചെയ്യണം. എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് AL എന്ന് പറഞ്ഞ ആ ഒരു അക്യുമുലേറ്ററിൽ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ ഹയസ്റ്റ് വാല്യൂവിനെ നമ്മൾ 0600 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. അതാണ് നമ്മളിപ്പം കോഡ് എഴുതിയിരിക്കുന്നതിന്റെ ലോജിക്ക്. അത് സംശയം ഉണ്ടോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒരു സെക്കൻഡ് ചോദിക്കട്ടെ, അവിടെ 0D കഴിഞ്ഞിട്ട് അടുത്ത അഡ്രസ്സിന് എന്തോ എഴുതിയിരിക്കുന്നത്? 0407 ആണോ F ആണോ? 040D കഴിഞ്ഞ് F ആ വരുന്നത്, ശരിയാ. D കഴിഞ്ഞ് 7 വരത്തില്ല. D കഴിഞ്ഞ് ഒരു മിനിറ്റ് തിരുത്തട്ടെ. 040F ആ വരുന്നത്. ഓക്കെ, F കഴിഞ്ഞ് ആ 040F എന്തുവാ? JNC? അതെന്തുവാ? JNC ആണോ INC ആണോ? ജമ്പ് നോ ക്യാരി. ഓക്കെ, അത് 0413ലേക്ക് പോണം. അതായത് മൂവ് ചെയ്യാതെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. ഓക്കെ, INCSIയിലേക്ക്. അത് 040Cയിലോട്ട് പോകാൻ പറ്റത്തില്ലേ നമുക്ക്? ഇല്ല, അങ്ങനെ പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത ലൊക്കേഷൻ ആക്കിയിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് കമ്പയർ ALSI വരുന്നുണ്ടല്ലോ. എവിടെ? അത് ഇൻക്രിമെന്റ് ചെയ്തിട്ടാ. ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത ലൊക്കേഷൻ SIയിലേക്ക് ആക്കിയിട്ടാണ് പിന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാല് ഇപ്പൊ SI ഈക്വൽ ടു 501 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കമ്പയർ ചെയ്യുന്നത് അത് 501 ALും കൂടാ. എന്നിട്ട് വീണ്ടും നമ്മൾ അത് തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് 503 ആക്കിയിട്ട് വേണം വീണ്ടും കമ്പയർ ചെയ്യാൻ പോകാൻ. അല്ല, ഞാൻ ചോദിച്ച 040Dയുടെ കാര്യമല്ല, 040Cയുടെ കാര്യമാ. അങ്ങനെ പോകാം വേണമെങ്കിൽ. ഓക്കെ, അത് കുഴപ്പമില്ല.
കാരണം ശരിയാണ്. 0413 ആണെങ്കിൽ പിന്നെ പഠിക്കേണ്ടി സിയിലേക്ക് വരില്ല. പോയാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അത് വേറൊരു കുഴപ്പമുണ്ട് അവിടെ. വേറൊരു കുഴപ്പമുണ്ട്. നമുക്ക് ലാസ്റ്റ് എത്തിക്കഴിയുമ്പോഴേ എന്തു പറ്റും? ലാസ്റ്റ് എത്തിക്കഴിയുമ്പം വീണ്ടും ക്യാരി നോക്കിയിട്ടേ ഇപ്പം ലാസ്റ്റ് കോഡ് എത്തിയിരിക്കുക. അപ്പൊ ഈ 04 ഈ ഒരു കോഡ് എത്തിയിരിക്കുക, ഈ ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുക. നമ്പറിലേക്ക് എത്തി കഴിയുമ്പോഴും അവിടെ ക്യാരി കാണത്തില്ല. ക്യാരി കാണത്തില്ലെങ്കിലും അതെന്ത് ചെയ്യും? വീണ്ടും അത് കമ്പയർ ചെയ്തോണ്ടേ ഇരിക്കും. മനസ്സിലായോ? വീണ്ടും അത് ഇൻക്രിമെന്റ് ചെയ്ത് ഇങ്ങനെ കമ്പയർ ചെയ്തോണ്ടേ ഇരിക്കും. ഈ ലൂപ്പ് തീരത്തില്ല എങ്ങും. അപ്പൊ ഈ 0413 അങ്ങ് പഠിക്കണം അല്ലേ? 0413 കൂടെ വേണം. ലൂപ്പ് അതിന്റെ രീതി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലൂപ്പ് എങ്ങും തീരാതെ ഇങ്ങനെ ലൂപ്പ് അങ്ങ് തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കാരണം SI ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലൂപ്പ് എപ്പോഴും ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മള് ലൂപ്പ്, അതായത് ഈ ഇൻക്രിമെന്റ് SI കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി നേരിട്ട് കമ്പയർ ചെയ്യുവല്ലല്ലോ ചെയ്യുന്നേ. നമ്മള് ഇൻക്രിമെന്റ് SI കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുന്നേ? ഇൻക്രിമെന്റ് SI കഴിഞ്ഞിട്ട് ലൂപ്പ് 40D എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കമ്പയർ ചെയ്തത്. മനസ്സിലായില്ലേ? മനസ്സിലായി. അതായത് ഈ ലൂപ്പ് 40D ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. CL കുറഞ്ഞോണ്ടിരിക്കും. CL 03 ആയിരുന്നു, അത് 02 ആകും, 01 ആകും, 00 ആകും. അപ്പൊ അങ്ങനെ ഈ ലൂപ്പ് എണ്ണണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിലേക്ക് ഇങ്ങനെ പോകണം, ലൂപ്പ് ചെയ്ത് തന്നെ പോകണം തിരിച്ച് മേലിലേക്ക്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഏത് ലൂപ്പ് ഇങ്ങനെയുള്ള വൈൽ ലൂപ്പിന് പകരക്കാരനാണ് ഇവിടുത്തെ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പ് അല്ല, ഡു വൈൽ ലൂപ്പിന് പകരമാണ് ഈ ലൂപ്പ് വരുന്നത്. നമ്മൾ C++ലൊക്കെ ഡു വൈൽ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്. അതിന് പകരമാണ് ഇത് വരുന്നത്. അപ്പൊ ഈ കോഡ് വർക്ക് ചെയ്യുമെന്നാ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കിയേക്കാം. ഇപ്പം ഏതായിരുന്നു ലൊക്കേഷൻ? 0400 ആയിരുന്നല്ലോ. മൂവ് SI 500, മൂവ് CL സ്ക്വയർ ബ്രാക്കറ്റ് SI, മൂവ് CH 00, INC SI, മൂവ് AL സ്ക്വയർ ബ്രാക്കറ്റ് SI, ഡിക്രിമെന്റ് CL, ഇൻക്രിമെന്റ് SI, കമ്പയർ AL സ്ക്വയർ ബ്രാക്കറ്റ് SI, ജമ്പ് നോ ക്യാരി 413, മൂവ് AL സ്ക്വയർ ബ്രാക്കറ്റ് SI, ഇൻക്രിമെന്റ് SI, ലൂപ്പ് 40D, മൂവ് സ്ക്വയർ ബ്രാക്കറ്റ് 600 AL വോൾട്ട്. പിന്നെ ഈ എവിടായിരുന്നു? 0500 തൊട്ടല്ലേ? 0500 04 നമ്മുടെ ഡേറ്റ എന്ത് ചെയ്യും? 04, പിന്നെ 10, 40, 20, 30. ഇനി നമുക്ക് എന്താ ഗോ ചെയ്യാം? ഗോ 0400 തൊട്ട് 0419 വരെ. സോറി, ഗോ ഈക്വൽ ടു 0400 0419. ഇനിയും എന്താ? D 05 0600. അപ്പൊ 40 ഇതേ ലോഡായി കിടപ്പുണ്ട്. ഇത് നോക്കിയേ, കാണാവോ അത്? 060DAB 0600 40 കണ്ടോ? 40 കിടപ്പുണ്ട് 0606. അപ്പൊ കോഡ് ശരിയാ, വർക്ക് ചെയ്യുന്നതാ. അപ്പൊ ഇങ്ങനെ ഈ ഒരു കോഡ് ഇത്തിരി വളഞ്ഞ കോഡാണ്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഓരോ തവണയും ALലേക്ക് ലോഡ് ചെയ്തിട്ട് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. AL എപ്പോഴും മാക്സിമം നമ്പർ വരാനുള്ള രീതിയിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് AL കിടക്കുന്ന ആ നമ്പർ എടുത്ത് 600ലേക്ക് മാറ്റും.
അപ്പൊ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കുറച്ച് ക്ഷീണമുള്ള കോഡായി പോയി. എനിക്ക് ആ ലോജിക്ക് കത്താൻ ഇത്തിരി താമസിച്ചു. ഞാൻ മറ്റേ അസെൻഡിങ് ഓർഡറിന്റെ അതേ പ്രോസസ് ആയിരിക്കുമെന്ന ഞാൻ കരുതിയിരുന്നത്. ഈ 0 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഈ അറ്റത്ത് 40 വരും, ആ 40 എടുത്ത് 600 ഇടുന്നതെന്നാ ഞാൻ ആ ഒരു ലോജിക്ക് എന്റെ മനസ്സിൽ കിടന്നത്. അപ്പൊ ഇതില് നമ്മുടെ ബുക്കിൽ കിടക്കുന്ന ആ ഒരു കോഡിന്റെ ലോജിക്ക് വ്യത്യാസമുണ്ട്. AL മാറ്റി AL എപ്പോഴും മാക്സിമം വരുന്ന രീതിയിലാണ് ബുക്കിലെ കോഡ് എഴുതിയിരിക്കുന്നത്. അത് ഞാനിപ്പം അറിഞ്ഞില്ല. അപ്പം ഞാനത് മറ്റേ ലോജിക്ക് വെച്ച് ചെയ്താലും കിട്ടും. അതിലോട്ട് ഞാൻ പോവാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബുക്കിലെ കോഡ് ആണ് പഠിക്കാൻ എളുപ്പമെങ്കിലേ അതങ്ങ് പഠിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച ഞാൻ പിന്നെ വേറെ ലോജിക്കിലേക്ക് പോവാത്ത. ഇപ്പം ഫിബൊനാച്ചി സീരീസ് ഞാൻ ഇന്നലെ റെക്കോർഡിൽ ഇട്ട ആ ഒരു കോഡ് അല്ല ഇത്. അതൊന്ന് നോക്കിക്കോണേ. ഈ ഒരു കോഡ് നോക്കിയാൽ മതി. റെക്കോർഡിലിട്ട കോഡ് ഇത്തിരി ലോജിക്കലി ഇത്തിരി പഠിച്ചെടുക്കാൻ ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ ഈ ഒരു കോഡ് ഇട്ടത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പം അത് നീ റെക്കോർഡിനകത്ത് നിന്റെ റെക്കോർഡിനകത്തുള്ളത് കിട്ടല്ലേ? അല്ല, എന്റെ റെക്കോർഡിലുള്ളതും കിട്ടും. ഇതും ശരിയാ. ഇതാണ് ഒന്നുകൂടെ പഠിക്കാൻ എളുപ്പമുള്ള കോഡ്. ഇതാ. എന്നാ അയക്കോ ഇത്? ഇത് ഞാൻ മിസ്സിനെ ഒന്ന് കാണിച്ച് വെരിഫൈ ചെയ്തിട്ട് അയക്കാം. മറ്റേ ഇതിട്ടില്ലേ, ഈ സർക്യൂട്ട് ഇട്ട പോലെ ഞാൻ ഇട്ടേക്കാം. കാരണം ഈ കോഡ് കുറച്ച് ലൈനേ ഉള്ളൂ. മറ്റേതിനെക്കാട്ടിലും ഇത്രയും കൂടെ കോംപ്ലിക്കേറ്റഡ് അല്ല ഈ കോഡ്. അതുകൊണ്ടാണ്.